ഹലോ. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു ബാഗാണ്. 400 രൂപയ്ക്കാണ് ഞാനന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബാഗ് അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് 2 ദിവസം നിൽക്കാനാണ് പോകുന്നത്. അതിനുള്ള തുണികളൊക്കെ ഞാൻ ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെയും ഇഷാമോൻ്റെയും തുണികളൊക്കെ ഇതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നാത്തൂൻ്റെ വീട്. ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് കയറി പോവുകയാണ്. ഇഷാനി വന്നപ്പോഴേ അന്വേഷിച്ചത് പാത്തുമൈനി എപ്പോൾ വരുമെന്നാണ്. അങ്ങനെ പാത്തുമൈനി വന്ന് ഇഷാനി ആവശ്യത്തോട് പോയി വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ദാ എൻ്റെ നാത്തു മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഓടി ചെന്നൊരു ചൂലെടുത്തുകൊണ്ട് വന്ന് മത്സരിച്ച് തൂക്കാൻ തുടങ്ങി. എനിക്ക് തൂക്കുന്നത് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യായിരുന്നു. ഞങ്ങൾക്ക് മുറ്റം ഇല്ലാത്തതുകൊണ്ട് തൂക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നാത്തും തൂക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കൊതി. ഞാൻ ഓടിപ്പോയി ചൂലെടുത്തുകൊണ്ട് വന്ന് കൂടെ നിന്ന് തൂക്കുവാണ് കേട്ടോ. തൂത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാട് നിൽപ്പുണ്ടായിരുന്നു മുറ്റത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആ കാടൊക്കെ ഒന്ന് പറിച്ച് തീയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൊല്ലം ആശ്രമ മൈതാനത്ത് ഇപ്പോൾ പുതിയതായിട്ട് വന്ന മാംഗോ ഫെസ്റ്റ് കാണാനാണ് കേട്ടോ. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ ബലൂണൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷാമോൻ ഓടി ചെന്ന് ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ടിക്കറ്റ് ഫീസ് 50 രൂപയാണ് കേട്ടോ. ഞങ്ങളെല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ലക്കി ഡ്രോ ഉണ്ട്. അപ്പോൾ നാത്തൂൻ്റെ ഹസ്ബൻഡ് പോയിട്ട് കൂപ്പണൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാനും നാത്തൂനും ഒക്കെ കൂപ്പൺ എഴുതി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂപ്പണൊക്കെ ഇട്ടിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. കയറി വരുന്ന വഴിക്ക് അവിടെ ഒരു പെറ്റ് ഷോ പോലെ ഉണ്ടായിരുന്നു. കുറേ ടൈപ്പ് കോഴികളുണ്ടായിരുന്നു. എല്ലാത്തിനെയും കാണാൻ വളരെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ അറിയില്ല. ഇതൊക്കെ ഓരോ വെറൈറ്റി കോഴികളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതിൻ്റെ എല്ലാം പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പെറ്റ്സിനെയൊക്കെ കണ്ടപ്പോൾ ഇഷാമോൻ ആകെ വഴക്കായി. എനിക്കതിനെ തൊടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അത് തൊടാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പെറ്റ്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവനിക്ക്. അപ്പോൾ ആളിങ്ങനെ കറങ്ങി നടന്ന് ഓരോന്നും കണ്ടിട്ട് എന്നോട് ചോദിക്കും, ഉമ്മി ഇതെന്താന്ന്. അപ്പോൾ എനിക്കിത് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. പിന്നെ കുറേ ബേർഡ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. എല്ലാ പെറ്റ്സിനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. 50 രൂപ കൊടുത്ത് ടിക്കറ്റ് റേറ്റ് എടുത്തെങ്കിലും അതിനുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട് ഇവിടെ. ഇതിനൊക്കെ എന്തോ സ്റ്റൈലൻ പേരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മീനുകളെന്നാണ് കേട്ടോ. എന്ത് ഭംഗിയായിരുന്നെന്നോ. ഇത് കണ്ടോ, എല്ലാം ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കോമ്പിനേഷൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കുറേ കമ്മലുകളുടെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇഷാമോ പെറ്റ്സിനെയൊക്കെ കണ്ടിട്ട് ഉമ്മി എല്ലാം നല്ല ഭംഗിയുണ്ട്, നമുക്കിതിനെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. കാരണം നിങ്ങളിലേക്കും എത്തിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഭാഗത്തോട്ട് വന്ന പിച്ചാത്തിയും ചപ്പാത്തിക്കോലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറയെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 50 രൂപ, 100 രൂപ, 200 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ. പിന്നെ നിറയെ ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ചിയാ സീഡും ഫ്ലാക്സ് സീഡും കാഷ്യൂനട്ടും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് ചിപ്സും അപ്പളും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നാൽ കപ്പലണ്ടി മിഠായി, അതുപോലെ തന്നെ ഒരുപാട് പഴയകാല സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തേൻ മിഠായി, നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, അങ്ങനെ കോലു മിഠായി, അങ്ങനെ കുറേ അധികം മിഠായികളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ മേടിച്ച് ഇഷാനി ഓടി ചെന്ന് മിഠായിൽ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇഷാനിക്ക് ഇഷ്ടപ്പെട്ട മിഠായികളൊക്കെ കുറച്ച് ഞങ്ങൾ മേടിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ വാങ്ങി. പാവലും ചീരയും മുളകിൻ്റെ ഒക്കെ വിത്ത് വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ ടോയ്സിൻ്റെയൊക്കെ സെക്ഷനായിരുന്നു. ഒരു പ്രശ്നമേ ഉള്ളൂ, മാമ്പഴ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റാണ് മാങ്ങ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരുതി മാമ്പഴ ഫെസ്റ്റ് എന്നല്ലേ പറഞ്ഞത്, ഇനി മാറിപ്പോയോന്ന്. നമ്മൾ കയറി ചെന്നപ്പോൾ കുറേ പെറ്റ്സിനെ ആയിരുന്നു കണ്ടത്. പിന്നെ കുറേ സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇറങ്ങുന്നിടത്തായിരുന്നു മാങ്ങകളുള്ളത്.
അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ മാമ്പഴമേള വരുന്നത്. ദേ പാൽഗോവ മാങ്ങ, സേലം മാങ്ങ അങ്ങനെ കുറേ ടൈപ്പ് മാങ്ങകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരും കേട്ടോ. അപ്പോൾ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട മാങ്ങ നോക്കിയിട്ട് എടുക്കാം. ചിലതൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു, ചിലതിനൊന്നും മധുരം ഒട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കോളിഫ്ലവർ ഫ്രൈ, ബജ്ജി, പിന്നെ പഴംപൊരി, പാനിപൂരി ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷാമോൻ ഓടിപ്പോയിട്ട് കോളിഫ്ലവർ ഫ്രൈ മേടിച്ചിട്ട് കഴിക്കുകയാണ്. പിന്നെ അവിടെ നല്ല മാമ്പഴ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാമ്പഴ പായസമൊക്കെ മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.